ഒറ്റ ഒന്ന് ഇതിനെ ക്രോഡീകരിച്ച് ഇങ്ങനെ തന്നെ എനിക്കും പറയേണ്ടി വരും. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് നീതി കിട്ടണം. അതിലെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, കേന്ദ്ര സർക്കാരിനെ പറഞ്ഞുകൊണ്ടും കേരളത്തിലെ മുഴുവനായിട്ടുള്ള ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടും എനിക്ക് മറ്റു ഒന്ന് രണ്ട് കാര്യം കൂടി പറയാനുണ്ട്. 2014 നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ ഈ രാജ്യത്തെ എയിംസിന്റെ എണ്ണം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ എണ്ണം 7 ഇന്നത് 23 മെഡിക്കൽ പറയാം. അതിലോട്ട് ഞാൻ വരികയാണ്. അതിലോട്ടാണ് വരുന്നത്. നമ്മൾ കുറെ കാലം സംസാരിക്കുന്നതാണല്ലോ. 357 മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇന്ന് 820 മെഡിക്കൽ കോളേജിലധികം ഉണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തും. നോക്ക്, തന്നില്ലല്ലോ എന്ന് ജയിക്ക് പറഞ്ഞു. കൊടുത്തത് എന്താ ചെയ്തത്? ESIയുടെ മെഡിക്കൽ കോളേജ് കേരളത്തിന് അനുവദിച്ചു. ESI ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് മെഡിക്കൽ കോളേജിന്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിന്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ തരുമെന്ന് ESI ഇവിടെ നമ്മുടെ സർക്കാരിനോട് പറഞ്ഞു. കഴിഞ്ഞ 2026 ജനുവരി 28 അവസാനത്തെ ദിവസം ആദ്യം വെച്ചിരുന്നത് ജനുവരി 28 അതിനുശേഷം എന്ത് ചെയ്തു? ESI 2-3 തവണ ജനുവരി 9 ജനുവരി 25 ചോദിച്ചു നിങ്ങൾ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മെഡിക്കൽ കോളേജ് വേണം, ഈ ആശുപത്രിയെ മെഡിക്കൽ കോളേജായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണം എന്ന് സംസ്ഥാന സർക്കാർ ഒരു കത്ത് കൊടുത്താൽ മതി. വേറൊന്നുമില്ല, ഒരു കത്ത് കൊടുക്കണം, ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് വേണം. 2 തവണ കഴിഞ്ഞില്ല. ESI 2 തവണ ചോദിച്ചു, ഇവർ കൊടുത്തില്ല എന്ന് മാത്രമല്ല. അതിലോട്ട് ഞാൻ വരുന്നു. ആദ്യം മെഡിക്കൽ കോളേജ് വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം. അത് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് 2 ഡേറ്റ് നീട്ടി കൊടുത്തില്ല. ആ സമയത്തൊക്കെ ഫയല് വീണ ജോർജിന്റെ അവരുടെ ഓഫീസിലുണ്ട്. കഴിഞ്ഞില്ല. PMOയിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ നേരിട്ട് വിളിച്ചു. നിർമ്മല സീതാരാമൻ ഇവിടെ അവരവിടെ പോയിട്ട് മറ്റേ KV തോമസിനെ പണ്ട് ഇവര് മറ്റേ ഷർട്ടിന് മൊത്തം മഷി ഒഴിച്ച KV തോമസ് ഉണ്ടല്ലോ, 10-15 ലക്ഷം മാസം കൊടുത്തിട്ട് അവിടെ ജോലിക്ക് വെച്ചേക്കുന്നത്, അദ്ദേഹത്തിന് നിർമ്മല സീതാരാമൻ നേരിട്ട് വിളിച്ചു. ഈ ESI മെഡിക്കൽ കോളേജിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു ഫെബ്രുവരി 3 വരെ. എന്നിട്ടും കൊടുത്തില്ല. നഷ്ടപ്പെടുത്തിയോ? എവിടെയാണ് എയിംസ്? 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, 7 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു 23 ഞാൻ പറഞ്ഞല്ലോ. അന്ന് കേരളത്തിന് കൊടുക്കുമെന്ന് ശ്രീ ഹർഷവർദ്ധൻ അന്ന് പറഞ്ഞാണ്. അന്ന് ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം 4 സ്പോട്ട് പറഞ്ഞു. ഇന്നിപ്പോ എത്ര സ്പോട്ടാണ് നമ്മൾ പറഞ്ഞത്? എന്ത് രേഖ പേപ്പറാ കൊടുക്കട്ടെ? ആലപ്പുഴ എത്തുമ്പോൾ അദ്ദേഹം പറയും, ഇതാ ഇവിടെ പേപ്പർ അങ്ങോട്ട് ഇത് വീട്ടിൽ നമ്മൾ വീട്ടിലിരുന്ന് മെഡിക്കൽ നോക്കുന്ന കാര്യമല്ല പറഞ്ഞു. എയിംസ് ആണ്. അതിന് പറയട്ടെ, അതിന് നിങ്ങളൊരു സ്ഥലം കൊടുക്കണം. കേന്ദ്ര സർക്കാരിന് കൈമാറണം. എവിടെ കൊടുത്തു? ഇതിവർ 4 സ്ഥലം കൊടുത്തു. ഇത് കേന്ദ്ര സർക്കാരിന് ഇത് കൈമാറണം. എവിടെയാ കൈമാറിയത്? ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരോടും ഇവർ പറയട്ടെ. കോടതി പറഞ്ഞോട്ടെ, നല്ല കാര്യം. ഇവിടെ ഇരിക്കുന്ന ആളുകളൊന്ന് പറഞ്ഞോട്ടെ, എവിടെയാണ് സ്ഥലം? ഡിസ്കഷന് വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാല് ഡോക്ടർമാർക്ക് സ്ട്രെസ്സും നഴ്സസിനും സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻ, ഇതൊക്കെ എല്ലാം വളരെ ദൗർഭാഗ്യപരമായ കണ്ടീഷൻസ് ആണ്. അതെല്ലാം കോമ്പൻസേഷൻ കൊടുക്കണം. അതായത് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വളരെ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഈ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ മാധ്യമങ്ങൾ പൊതുവെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ചർച്ചകൾ വളരെ ചിലപ്പോൾ നിശ്ചിതമാവും നിർദ്ദയമാവും ഒക്കെ വരും. അങ്ങനെ വരുന്നത് നിങ്ങളെ നിങ്ങളുടെ ആത്മധൈര്യം കുറയ്ക്കുന്നുണ്ടോ, ആത്മവിശ്വാസം കുറയ്ക്കുന്നുണ്ടോ? പ്രാക്ടീസിലേക്ക് ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. നമ്മൾ 24 തൊട്ട് 36 മണിക്കൂർ വരെ ജോലി എടുക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സ് നമ്മളൊക്കെ എല്ലാ 24 hours ഓൺ ഗോൾ ആണ്. അതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്. ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് സ്റ്റാഫിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുണ്ട്. അവരെല്ലാം അങ്ങനത്തെ ഉള്ളൊരു അറ്റ്മോസ്ഫിയറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ 100% പെർഫെക്റ്റ് ആകാൻ പറ്റുമോ? അത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഡോക്ടറും ഒരു മനുഷ്യനാണ്. അപ്പോൾ ഡോക്ടർമാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനും കുറ്റവാളിയാക്കി നിർത്താനും കൂടെ സമൂഹം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും കോംപ്ലിക്കേഷൻസ് ഈ ഡോക്ടർ എന്ന് പറയുന്ന 100% ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡിസ്കഷനിലേക്ക് ഞാനത് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മെഷീനാണെങ്കിൽ പലപ്പോഴും ഫെയിൽ ചെയ്യാം, എത്ര ഇതായിട്ടുള്ള മെഷീനാണെങ്കിലും. അതുപോലെ തന്നെയാണ് ഡോക്ടേഴ്സ് സ്ട്രെസ്, പ്രഷർ. അവർക്ക് ഈ ഓരോ സർജറി, ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സർജറിയുടെ അറിയത്തുള്ളൂ. പല കണ്ടീഷൻസിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ടിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ഡോക്ടർ ദൈവത്തിനെ വിളിച്ചു വരുത്തി താഴെ ഇറക്കിയാണ് നമ്മൾ ഓരോന്ന് പറയുന്നതെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.